Good morning to all. Today we are discussing control statements in Python. പൈത്തണിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ആൾട്ടറിങ് നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബേസ്ഡ് അപ്പോൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ മാറ്റം വരുത്താനാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് പറയും എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ആ എൻ്റർ ചെയ്യുന്നത് ഏത് നമ്പറാണോ ആ നമ്പർ N1 സ്റ്റോർ ചെയ്യും. രണ്ടാമത് എൻ്റർ ദ സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യുന്നത് N2 സ്റ്റോർ ചെയ്യും. 2 നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് റിസൾട്ട് S സ്റ്റോർ ചെയ്യും. അടുത്ത സമ്മീസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇതൊരു സീക്വൻഷ്യൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നാലാമത്തത്, ഇങ്ങനെ ഒരു ഓർഡറിലാണ് എക്സിക്യൂഷൻ നടന്നു പോവുക. എന്നാൽ പല പ്രോഗ്രാമുകളിലും നമുക്ക് ഈ ഒരു നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ആൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും, മാറ്റം വരുത്തേണ്ടതായിട്ട് വരും ബേസ്ഡ് അപ്പോൺ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തു, മൂന്നാമത്തെ എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും, സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ 3 എക്സിക്യൂഷൻ നടത്തി നാലാമത്തെ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ആ പ്രോഗ്രാമിന് എന്താണോ ആ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് അത് വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എക്സിക്യൂഷനിൽ ഓർഡറിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. യൂസ്ഡ് ടു സെലക്ട് ഓർ സ്കിപ്പ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം എക്സിക്യൂഷൻ. എക്സിക്യൂഷന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് അപ്പോൺ എ കണ്ടീഷന് ബേസ് ചെയ്തിട്ടാണ് ഒന്നുകിൽ എക്സിക്യൂഷന് വേണ്ടി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ട്രൂ ഓർ ഫാൾസ് അനുസരിച്ചാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വേരിയസ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, if else statement, multi-way if statement and nested if statement. First if statement, it is the simplest form of selection statement. Selection statement ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. വളരെ റെയർ ആയിട്ട് നമ്മളിത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. if statement, it is also known as one way statement. ഇവിടെ സിൻറ്റാക്സ് if ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ അതിനോട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് എന്ന് ചെയ്യും. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവും, 2 സ്റ്റേറ്റ്മെൻ്റ് ആവും. ഇൻഡൻറ്റേഷൻ എന്നാണ് പറയുക. ഈഫിൻ്റെ ഭാഗത്ത് വരുന്നത് ഈഫിൻ്റെ ഇതിലുള്ള ബ്ലോക്ക് ഇത് ഭാഗമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് കാണിക്കാനാണ് നമ്മളിവിടെ ഒരു സ്പേസ് ഇൻഡൻറ്റേഷൻ വിട്ടിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സ്പേസ് വിട്ടിട്ട് നേരെ താഴോട്ട് എഴുതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. ഇവിടെ തന്നിട്ടുള്ള എത്രയാണോ, 1 ആണോ 2 ആണോ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ട് ഈഫ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റാണോ വരുന്നത് അങ്ങോട്ടാണ് കണ്ടീഷൻ മീൻസ് എക്സിക്യൂഷൻ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ആ എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. ട്രൂ ആണെങ്കിൽ മുഴുവനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും, എക്സിക്യൂഷൻ കൺട്രോൾ. അതാണ് പറയുന്നത്, if the condition is true ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ അത് എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇത് ഒരാളുടെ ഏജ് റീഡ് ചെയ്തിട്ട് അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അവകാശം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും, ഇല്ല എങ്കിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യില്ല. ഇതാണ് വൺ വേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്.
8നേക്കാൾ കൂടുതലാണെങ്കിൽ റൈറ്റ് ടു കാസ്റ്റ് വോട്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യില്ല. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതാണ് വൺ വേ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം. ഞാനിപ്പം കൊടുത്തിട്ടുള്ളത് 19 കൊടുത്തു, 19 റൈറ്റ് ടു കാസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞു. ഇനി ഞാനൊരു 10 ആണ് കൊടുക്കുന്നത്, ഏജ് 10 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യില്ല. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടു വേ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനാണ് ടു വേ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 വർക്ക് ചെയ്യും. അതാണ് ഇവിടെ ടു വേ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് means we are using if else statement in our program. Most commonly using statement is decision making statement is if else. നമ്മൾ കോമൺ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് if else. ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 വർക്ക് ചെയ്യും. ഇനി ഇതിലുള്ള എക്സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ഫാൾസ് ആണെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ if else അഥവാ ടു വേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രൂ ആണെങ്കിൽ 18നേക്കാൾ കൂടുതലാണെങ്കിൽ റൈറ്റ് ടു കാസ്റ്റ് വോട്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എൽസിൻ്റെ ഭാഗമുള്ള ഇതാണ് വർക്ക് ചെയ്യുക. ഇനി ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ആ സമയത്ത് എൽസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ടു വേ ബ്രാഞ്ചിങ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ if else ഉപയോഗിച്ചിട്ടുള്ളത്. റൺ ചെയ്ത് നോക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 19 കൊടുത്തു, റൈറ്റ് ടു കാസ്റ്റ് വോട്ട്. ഇനി ഞാനൊരു 12 എന്നാണ് കൊടുത്തത്, പറയും നോ റൈറ്റ് ടു കാസ്റ്റ് വോട്ട്. 12 നോ റൈറ്റ് ടു കാസ്റ്റ് വോട്ട്. ഇനി നമുക്ക് ഈവൺ ആണോ ഓഡാണോ നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റർ ദ നമ്പർ, തന്ന നമ്പർ ഈവൺ ആണോ ഓഡാണോ. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ഇവിടെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഏജ് അല്ല, ഇവിടെ നമ്പറാണ്, എന്നോ എന്ന് കൊടുത്തു ഞാൻ. ഈ എന്നോ തന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന് 2 ഈക്വൽ കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്ററാണ്. 0ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഈസ് എന്നോ ഈസ് ഈവൺ. എന്നോ ഈസ് ഈവൺ എന്ന് പറയാം. എൽസ് നമുക്കിവിടെ എന്നോ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഈസ് ഓഡ്. നമുക്ക് ഈസ് ഓഡ് എന്ന് കൊടുക്കാം. എന്നോ ഈസ് ഓഡ്. റൺ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് നമ്പർ ഞാൻ കൊടുത്തു, എൻ്റെ അത് നമ്പർ 5 എന്ന് കൊടുത്തു. 5 ഈസ് ഓഡ്. ഇനി അടുത്തത് അത് തന്നെ ഞാനൊരു 6 കൊടുക്കുകയാണ്. അപ്പോൾ സിക്സ് ഈസ് ഈവൺ എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. ആ സമയത്ത് എൽസിനോട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിൽ ഈ ട്രൂ ബ്ലോക്കിലുള്ള ഇത് എക്സിക്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും എൽസ് ബ്ലോക്കിലുള്ളത് എക്സിക്യൂഷന് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് തന്നിട്ട് ആ 2 നമ്പറിൽ ഏതാണ് ബിഗ്ഗർ എന്ന് കാണാനുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യും, സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യും, ചെക്ക് ചെയ്യണം. ആ തന്നത് ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ ബിഗ്ഗർ ആണെങ്കിൽ പ്രിൻ്റ് എ ഈസ് ബിഗ്ഗർ. ട്രൂ ആണെങ്കിൽ ഒന്നാമത്തെ ബിഗ്ഗറാന്ന് പറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ബിഗ്ഗറാന്ന് പറയും. അപ്പോൾ ഇതും മറ്റൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. if elseൻ്റെ അല്ല മറ്റൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് നമ്മൾ 2 നമ്പേഴ്സിൻ്റെ ബിഗ്ഗസ്റ്റ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ 32 എൻ്റർ ചെയ്തു, 67 ഉടൻ തന്നെ 67 ഈസ് ബിഗ്ഗർ. ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള if else അടുത്ത് നമുക്ക് എലിഫും നെസ്റ്റഡ് ഈഫും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.
താങ്ക് യു വെരി മച്ച്.